വചനമൊഴി ജൂലൈ 12. വചനഭാഗം റോമ 7:7-13, മർക്കോസിന്റെ സുവിശേഷം 12:38-44. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ അഭിവാദ്യവും, സിനഗോഗുകളിൽ ഉന്നത പീഠങ്ങളും, വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും അധികം നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായൊരു വിധവ വന്ന് ചില്ലിക്കാശിന്റെ 2 ചെമ്പു നാണയങ്ങൾ ഇട്ടു. അവൻ അവന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ ഭണ്ഡാരത്തിലിട്ട എല്ലാവരെയും കൂടുതലായി ഇട്ടിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ ഇട്ടിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് ബാഹ്യമായ ചേഷ്ടകളെക്കാൾ ആന്തരികമായ ഭാവമാണ് അവിടുന്ന് ശ്രദ്ധിക്കുന്നത് എന്നാണ്. നിയമത്തിൽ നല്ല പരിജ്ഞാനവും നീണ്ട മേലങ്കികളും സമൂഹത്തിൽ സ്ഥാനവുമുണ്ട് എങ്കിലും ഹൃദയം നിഷ്കളങ്കമല്ല എങ്കിൽ ദൈവത്തിന്റെ പക്കൽ സ്വീകാര്യമല്ല. ഹൃദയം നിർമ്മലമല്ല എങ്കിൽ ദൈവസന്നിധിയിൽ സ്വീകാര്യനല്ല, ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നാണ് ഈശോ പറയുന്നത്. ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണല്ലോ ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി കർത്താവിന്റെ സന്നിധിയിൽ അണയുവാനാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. ദരിദ്രയായ വിധവ ഇട്ട നാണയത്തൊട്ടുകൾ ബാഹ്യമായ നോട്ടത്തിൽ വലുതല്ല എങ്കിലും അവളുടെ പൂർണ്ണമായൊരു സമർപ്പണത്തെ ആണ് ഈശോ കാണുന്നത്. അവളുടെ ഹൃദയത്തിന്റെ ഭാവമാണ് ഈശോ കാണുന്നത്. ബാഹ്യമായുള്ള വലിപ്പമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുമുള്ള പൂർണ്ണമായ ഒരു സമർപ്പണം. ഇന്ന് നമുക്കും പരിചിന്തനം ചെയ്യാം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ബാഹ്യമായ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കുകയും ആന്തരികമായ മാറ്റങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണോ നമ്മൾ എന്ന്. ബാഹ്യമായ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കുകയും ആന്തരികമായ മാറ്റങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനെ കപടനാട്യമെന്ന് വിളിക്കുന്നത്. ഈശോ പറയുന്നുണ്ട്, കപടനാട്യക്കാരെ, നിങ്ങൾക്ക് ദുരിതം. കപടനാട്യക്കാരേല് കഴുതയുടെ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തണമെന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ ആന്തരികമായ മനോഭാവം ഉൾക്കൊള്ളുന്നവരായി മാറാൻ, ദൈവവുമായിട്ടുള്ള ബന്ധം ഹൃദയത്തിന്റെ തികവിൽ നിന്ന് വരുന്നതാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.